നോക്കൂ സിജോ, രാഹുലിന്റെ വാദങ്ങളിൽ നേരത്തെ പുറമെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റും പുറമെ കേട്ടിരുന്ന പലതരത്തിലുള്ള സംഗതികളുണ്ട്. അതായത് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി താനല്ല എന്ന നിലയ്ക്കുള്ള ഒരു പ്രചാരണം വരെ നടത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ അല്ലെങ്കിൽ വിവാഹിതയായി 4 ദിവസം മാത്രം കൂടെ ഉണ്ടായിരുന്നു എന്ന പിന്നെ മൊഴി തള്ളുന്നതിനും അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിനും തുടർന്നുണ്ടായി രാഹുലുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിലല്ല ഈ കുഞ്ഞുണ്ടായത് എന്നതും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ രാഹുലിന്റെ വാദങ്ങളിലുണ്ടോ സിജോ? രാഹുൽ അക്കാര്യത്തിൽ ഊന്നി തന്നെയാണ് വാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ വിവാഹം ചെയ്തതിനു ശേഷം വെറും 4 ദിവസം മാത്രമാണ് ഭർത്താവ് ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളത്. അതിനുശേഷം 1 മാസത്തിന് ശേഷം ഭർത്താവുമായിട്ടുള്ള കോണ്ടാക്ട് മുഴുവനും അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീടാണ് രാഹുലുമായി അടുക്കുന്നത്. ഈ തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ രാഹുലുമായി പങ്കുവയ്ക്കുന്നു. അപ്പോൾ രാഹുൽ തന്നെ സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ അങ്ങനെ രീതിയിൽ വരുന്നു. അതിൽ ഒരു മുതലെടുപ്പായി എടുത്ത് തന്നെ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു 1 മാസത്തെ കാലാവധിയാണ് ഇതിന് പറയുന്നത് ഈ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. പക്ഷേ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന തീയതികളിൽ ഇയാളും ഈ യുവതിയും അവരുടെ ഭർത്താവും തമ്മിൽ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ആ സമയത്ത് തനിക്ക് യുവതിയുമായി ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. പക്ഷേ ഇവർ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഇവർ ഭർത്താവിനൊപ്പമാണ് ഉണ്ടായിരുന്നത്. അവർ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ ഭർത്താവിൽ നിന്നായിരിക്കും, ഭർത്താവാണ് അതിന് ഭർത്താവിൽ നിന്നാണ് അവർ പ്രഗ്നന്റ് ആവുന്നത്. അല്ലാതെ അയാളിൽ നിന്നല്ല, രാഹുലിൽ നിന്നല്ല അത്തരത്തിൽ പ്രഗ്നൻസി സിജോ, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഉള്ളത്, ഇപ്പോൾ നോക്കൂ, പുതിയൊരു പരാതി ഇന്നലെ വന്നല്ലോ. DGPക്ക് അത് കൈമാറി KPCC അധ്യക്ഷൻ. അതിനെന്ത് നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വഴിക്കുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 KPCC നേതൃത്വത്തിന്, KPCC പ്രസിഡന്റിന് ഇത്തരത്തിലുള്ള ഒരു മെയിൽ ലഭിക്കുന്നത്. അത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ KPCC നേതൃത്വം അത് DGPക്ക് കൊടുക്കുകയും ചെയ്തു. DGP അത് ഇപ്പോൾ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. ഈ പരാതി നൽകിയ യുവതിയെ കണ്ടെത്തുക എന്ന നടപടികളിലേക്ക് ഈ അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഇവരെ ഇനി നേരിൽ കാണും. നേരിൽ കണ്ടതിന് ശേഷം ഇവരോട് കേസുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശദമായ മൊഴി ഇവിടെ രേഖപ്പെടുത്തും. പിന്നീട് ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇവരെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെയാണ് രാഹുൽ കൊണ്ടുപോയിട്ടുള്ളത്, അന്ന് വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. അത്തരം തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം, പ്രാഥമിക വിവരങ്ങളാണ്, അത്തരം വിവരങ്ങൾ കൂടി ശേഖരിച്ചതിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും. സ്വാഭാവികമായും ഗുരുതരമായ വകുപ്പുകൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അവരെ ഇടപെടുകയാണ് സിജോ. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് രാഹുലിന്റെ വാദവും പ്രോസിക്യൂഷന്റെ വാദവും പൂർത്തിയായി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു കഴിഞ്ഞു കോടതി എന്നുള്ളതാണ്. ആ തെളിവുകളാണ് ഏറ്റവും ശക്തമായ ഒരു ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതിന് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ തെളിവുകളിൽ നിന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടി കോടതി തീരുമാനമെടുക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അത് എത്ര കണ്ട് കോടതി പരിഗണിക്കുന്നുണ്ട് എന്നതും കൂടി അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും 2 വിഭാഗത്തിൻ്റെയും വാദങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്.